നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ? ഓക്കെ, ഇന്നലെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. നമ്മൾ ടിൻ ഫ്ലെയിംസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോസ് ആഡ് ചെയ്ത ടൈമിൽ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഡൗട്ട്സാണ്, ലൈക്ക് ടിൻ ഫ്ലെയിം ആണോ എന്നുള്ള രീതിക്ക് നല്ല രീതിക്ക് ഡൗട്ട്സ് ആയിരിക്കും മിക്കവർക്കും. അപ്പം ഞാൻ അത് ബേസ്ഡ് ആയിട്ട് ഒരു റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് പോയി കാണുക, അല്ലെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. നോർമൽ കണക്ഷനിലും നിങ്ങൾക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലുള്ള ആ ഒരു പെയിൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ജേണീനെ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ റിലേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ലൈഫിൽ മിക്കപ്പോഴും എല്ലാ മനുഷ്യരും നോർമലായിട്ടുള്ള സോൾസുകളോ യങ് സോൾസുകളോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ്, പാസ്റ്റ് ലൈഫ് കർമ്മം കൊണ്ട്. നിങ്ങളിപ്പോൾ ഏത് വ്യക്തിയെ ഈ ഒരു ബർത്തിൽ കണ്ടാലും അവരൊക്കെ ഒന്നെങ്കിൽ കർമ്മ അല്ലെ ലെസൺ എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണ്. നിങ്ങളുടെ സോൾ അത്രയും ഓൾഡ് സോളാണ്. നിങ്ങൾ അത്രയും നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ ഇൻകാർണേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് യൂണിയനുള്ള ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ, നിങ്ങൾ ട്രൂ ലവിനെ മീറ്റ് ചെയ്യുന്നത്. വളരെയധികം റെയർ ആയിട്ടുള്ള കേസുകളാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഒരു 1% ആളുകൾ മാത്രമേ ഒരു ടിൻ ഫ്ലെയിം ആയിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കി 99% ഉള്ള ആളുകളും കാർമിക്സ് ആയിരിക്കാം, നോർമൽ സോൾസ് ആയിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാ റിലേഷൻസിനെയും നമുക്കിപ്പം എല്ലാവരും ഇപ്പം നോർമലായിട്ട് ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പം കുറേ യൂട്യൂബ് ചാനൽസൊക്കെ വന്നിട്ട് ആളുകളെ റോങ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു സെലിബ്രേഷനാണ് ശരിക്കും പറഞ്ഞാൽ. യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ സെലിബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പം തന്നെ അത് വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ആവുക എന്നുള്ളത് വലിയൊരു സംഭവമാണെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ടിൻ ഫ്ലെയിം വേണം എന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാവരും ആ ഒരു കൺസെപ്റ്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പം റോങ് ആയിട്ടുള്ളത് പറയാറുണ്ട്, റൈറ്റ് ആയിട്ട് ഗൈഡൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും റോങ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് പലപ്പോഴും. അത് റൈറ്റ് ആയിട്ട് ആളുകളെ ഗൈഡ് ചെയ്യാനായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഹീലേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അല്ലേ, ജേണിയിൽ വരുന്ന ആളുകൾ വളരെ റെയറാണ്. എപ്പോഴും യൂട്യൂബിലൊക്കെ ആണെങ്കിലും വീഡിയോസ് ജേണിയിലുള്ള ആളുകൾ ഉണ്ടാവാം, ഇല്ലാത്ത ആളുകളും ഉണ്ടാവാം, അല്ലാതെ ഗൈഡൻസ് കൊടുക്കുന്നവരുണ്ടാവാം. സോ വാട്ടെവർ എന്തൊക്കെയാണെങ്കിലും ഇപ്പം റീസെൻ്റായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നവരൊക്കെ എന്താ പറയുക ചോദിക്കുന്നൊരു കാര്യമാണ് ടിൻ ഫ്ലെയിം ആണ്. അതൊരു റണ്ണർ ചേസർ എനർജി. ടിൻ ഫ്ലെയിം ജേണിയിൽ മെയിനായിട്ടൊരു റണ്ണർ ചേസറായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ടിൻ ഫ്ലെയിം ജേണി പോലെ തന്നെയാണ് നോർമൽ ഏതെങ്കിലും ടോക്സിക് റിലേഷൻസ് വന്നാലും അത് ടിൻ ഫ്ലെയിം ജേണിയാണെന്ന് കൺഫ്യൂസ് ആവുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ ടിൻ ഫ്ലെയിം ജേണിയിലുള്ള ഒരാളാണ്, എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ടിൻ ഫ്ലെയിം ആണോ അല്ലയോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നോക്സ് ഒക്കെ ചെയ്യുന്നതാണ്, നമുക്ക് ടോക്ക് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു വ്യക്തി ടിൻ ഫ്ലെയിം ആണോ എന്നുള്ളത്. നിങ്ങളുടെ സ്റ്റോറീസും പാറ്റേൺസും ടിൻ ഫ്ലെയിം ജേണിക്ക് ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാ സ്റ്റോറിയും ഡിഫറെൻ്റ് ആണ്, ഓഫ് കോഴ്സ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമുക്ക് കേൾക്കുന്ന ടൈമിൽ ഒരു പാറ്റേൺ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ടിൻ ഫ്ലെയിം ജേണി ആണോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ജേണിയിലുള്ളവർക്ക് നമ്മൾ പറയത്തില്ല ലൈക്സ് അട്രാക്ട് ലൈക്സ് എന്നാണ്. അപ്പോൾ നമ്മളൊരു എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടിൻ ഫ്ലെയിം ആണ്, ഓട്ടോമാറ്റിക്കലി നമ്മളവരെ അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് എടുക്കുന്നുണ്ടാവും, അല്ല നമുക്ക് സോള് ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു എനർജി അപ്പം നിങ്ങളെല്ലാ ജേണീസും ടിൻ ഫ്ലെയിം ജേണിയാണ്. ഇപ്പം റീസെൻ്റായിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തു, ചൈൽഡ്ഹുഡിൽ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് കുറേ നാൾ മുമ്പ് മീറ്റ് ചെയ്തു, അവർ റണ്ണറാണ് ചേസറാണ് ഞാൻ. അതൊന്നും ഒരു ടിൻ ഫ്ലെയിം ജേണിക്കുള്ളൊരു പാറ്റേൺ അല്ല. മനസ്സിലായോ? നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2nd മന്ത് മുതൽ നിങ്ങൾ ഇന്നോവോക്സ് ചെയ്ത് തുടങ്ങുന്നുണ്ടോ? നിങ്ങൾ ഇതുവരെ ഇന്നോവോക്സ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സത്യം പറയാം ഇന്നോവോക്സ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജേണി ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ കാർമിക് ആയിരിക്കും.
കാരണം നിങ്ങൾ ജേർണിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരാളോട് കൺഫേം പോലും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്ന്. കാരണം യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് ഇറ്റ് സെൽഫ് തരും. അതായത് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ യൂണിവേഴ്സും ഡിവൈൻ പവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തികളുടെ ഗൈഡൻസിൻ്റെ ആവശ്യമില്ല, ഒരു യൂട്യൂബ് വീഡിയോസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ഇന്നോവോക്സിനൊക്കെ ആവശ്യം വന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് ജേർണിയിൽ മുന്നോട്ട് എങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡിവൈൻ നല്ല രീതിക്ക് ഗൈഡൻസ് തരുന്നുണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ ആരോടും പോയി ഗൈഡൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇന്നത് ചെയ്യണം. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇന്നോവോക്സ് ചെയ്താൽ നിങ്ങളോട് ഡിവൈൻ തന്നെ പറയുന്നുണ്ടാവും ഇന്ന കാര്യങ്ങൾ ചെയ്യാം, കറക്റ്റ് ടൈമിൽ എപ്പോൾ ഗ്രൗണ്ടിങ് ചെയ്യണം, എപ്പോൾ കറക്റ്റ് ഏതൊക്കെ ടൈമിൽ ഏത് ഇന്നോവോക്സ് ചെയ്യണം എന്ന് പോലും നമുക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും ട്വിൻ ഫ്ലെയിംസിൽ. ബിക്കോസ് ഡിവൈൻ അത് തരുന്നുണ്ടാവും. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലായോ? ഇതൊരിക്കലും ഒരു റൊമാൻറ്റിക് ജേണി അല്ല. ഇത് നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിലീജിയനും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ കർമ്മങ്ങൾ ഫിനിഷ് ചെയ്യുക, ഡയറക്റ്റായിട്ട് പിന്നീട് നമ്മൾ ഗോഡിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളൊരു എനർജിയാണ്. അതിൽ നമുക്ക് കിട്ടുന്ന അതിൽ നമ്മളുടെ സോളിൽ ചെയ്യാനുള്ളൊരു പർപ്പസ് ഉണ്ടാവും, നമ്മുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് കണക്റ്റഡ് ആയി ചെയ്യാനുള്ളതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഈ ഹാർമോണിയസ് യൂണിയൻ വരുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തോട് കണക്ട് ചെയ്ത് നിൽക്കാതെ നിങ്ങളെ ഒരു കണക്ഷൻ സ്പിരിച്വൽ ആക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പിരിച്വാലിറ്റി ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുമ്പോൾ ഉള്ള സ്പിരിച്വാലിറ്റി വളരെ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? നിങ്ങൾ ഹയർ ലെവലിൽ സ്പിരിച്വൽ ആകും. നിങ്ങൾക്ക് ക്രിസ്ത്യനൊന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ എല്ലാ റിലീജിയനും ഒന്നാവും. നിങ്ങൾ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ആളുകളെ അൺകണ്ടീഷണലായി സ്നേഹിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ ലൈഫിലൊരു ലക്ഷ്യമെന്ന് പറയുന്നത് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം. എൻ്റെ ലൈഫിൽ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാവും. മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാവും. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അത് ജേണിയിൽ വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ ഈ വീഡിയോസ് ഇടുന്ന ടൈമിൽ മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ടാണോ ഈ ഒരു നിങ്ങൾ ഈ വീഡിയോ ഇടുന്നതെന്നുള്ളത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നുള്ളത്. കാരണം ജേണിയിലുള്ള ഒരാളല്ലാതെ ഞാനൊരു ജേണിയിലുള്ള ഒരാളായതുകൊണ്ടാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. എനിക്ക് ഗൈഡൻസ് കൊടുക്കണം എന്നുള്ളൊരു ഇൻഡ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു വോയിസ് ഡിവൈൻ ഗൈഡൻസ് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ യൂട്യൂബിൽ ഈ ഒരു ഡിവൈൻ ഗൈഡൻസ് പോലും തരുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു ട്വിൻ ഫ്ലെയിം വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഗൈഡൻസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോസ് ഇടുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആളുകളെ ജഡ്ജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വെറുതെ ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക. 3-4 കമൻറ്റ്സ് നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? ഞാനിപ്പം ഞാൻ റീഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബിലിടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല രീതിക്ക് അതിനെക്കുറിച്ച് നോളജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കേട്ടിട്ട് വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാനൊരു ജേണിയിൽ പോകുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ആരുടെയും ഒരു കർമ്മങ്ങളും വലിച്ചു കയറ്റി വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു തരത്തിലുള്ളൊരു കർമ്മങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാറ് മാക്സിമം നോക്കാറുണ്ട്. അറിയാതെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. റോങ് ആയിട്ട് ഗൈഡൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ റോങ് ആയിട്ട് റീഡിങ്സ് ചെയ്യുന്നതും അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ജേണി തുഴഞ്ഞ് ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് തുഴയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു മണ്ടത്തരം കാണിക്കത്തില്ല. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ സൂക്ഷിച്ചിടുക, എവിടെയാണ് പറയുന്നതെന്നുള്ളത്. ചുമ്മാ ഈ അവിടെ ഇവിടെയൊക്കെ ഓരോന്നിങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന പോലെ ഈ ഒരു ചാനലിൽ വന്ന് അതും ഇത് നിങ്ങൾ കമൻറ്റ് ഇടുന്നത് കുറേ തവണ ഞാൻ കമൻറ്റ്സ് കണ്ടു അങ്ങനെ. സോ യെസ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഞാൻ മാക്സിമം എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് റീഡിങ്സ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോകാം. അപ്പോൾ എനിക്കതിൽ അഹങ്കാരം കൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റീസ് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിലേക്ക് ആ ഒരു നെഗറ്റിവിറ്റീസ് അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് ഫീൽ ചെയ്താൽ മോശമാണിത്, കൊള്ളത്തില്ല എന്ന് ഫീൽ ചെയ്യണം, നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോകാം, കുഴപ്പമില്ല. അതിലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കിപ്പോൾ അതിൽ എന്താ പറയുക, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വീഡിയോസ് കാണണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോകാം. എനിക്കതിൽ പ്രത്യേകിച്ച് അഹങ്കാരം കൊണ്ട് പറയുന്നതാണെന്നല്ല, അത്
എനിക്കിപ്പം ഒരു നെഗറ്റിവിറ്റീസും ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റിവിറ്റി പോലും എൻ്റെ ലൈഫിൽ വരാൻ പാടില്ല എന്ന് എനിക്ക് അത്ര നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. ഫസ്റ്റ് കാർഡ് തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജേണിയുടെ ഒരു സൈക്കിൾ എൻഡ് ആവാൻ പോവുകയാണ്. ബിക്കോസ് ഈ ഒരു ടൈം നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈ ഒരു ടൈം നിങ്ങൾ സെപ്പറേഷനിലാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, നിങ്ങളുടെ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു രീതിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ഫേവറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നോവോക്സ് ചെയ്യുക, നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗോഡിനെല്ലാം സറണ്ടർ ചെയ്യുക. ആ ഒരു സ്റ്റേറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സറണ്ടർ ചെയ്തോളൂ. അത് ഭയങ്കരമായിട്ടും ബ്ലൈൻഡ്ലി നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോളുക. നിങ്ങളിപ്പോൾ ഒരു ജേണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ദൈവമാണ്. കണ്ണും അടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ദൈവമാണ്. കാരണം ഒരു മനുഷ്യനും നിങ്ങളുടെ ജേണിയുടെ ഹാർമോണിയസ് യൂണിയന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു പാത്ത് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിലേക്കുള്ളൊരു പാത്താണ് നിങ്ങളെ ജേണിയിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ബ്ലൈൻഡ്ലി ഡിവൈൻലി ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ജേണി എൻഡായിരിക്കുന്ന ഒരു ഫേസിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിയൂണിയൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഓക്കെ. യൂണിവേഴ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫേവറിൽ കൊണ്ടുവരും. നിങ്ങളുടെ ഗോളിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ചേഞ്ചസ് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങളെന്താ ഡൗൺ ആവോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര മോശപ്പെട്ടിട്ടുള്ള ആ ഒരു ഫേസിനെ നിങ്ങൾ കേസ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇതിങ്ങനെ സംഭവിച്ചല്ലോ, ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഇത് തന്നെയാണ്, അങ്ങനെയുള്ള രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുക. ബിക്കോസ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ലീഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയും ഇഷ്യൂസ് വരുന്നത്. പക്ഷേ ചേഞ്ചസ് ഈസ് നോട്ട് ഈസി എന്നാണ് പറയുന്നുള്ളത്. ചേഞ്ചസ് ഈസി അല്ല. അപ്പം ട്രാൻസ്ഫോർമേഷൻസ് വരുന്ന സമയത്ത് എപ്പോഴും പെയിൻ ഉണ്ടാവും. സോ ആ ഒരു എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഇച്ചിരി പെയിനിലാണ്, അങ്ങനത്തെ ഒരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകും എന്നാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. വളരെ കുറച്ച് പേരുടെയൊക്കെ എനർജീസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോർമലായിട്ടുള്ള എല്ലാവർക്കും ജനറലായിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം എന്ന് വെച്ചാൽ വഴക്കാളി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക മൈൻഡിൽ, അതുപോലെ തന്നെ ഇറിറ്റേറ്റ് ആയിട്ടുള്ളൊരു എനർജിയിലിരിക്കുക, അഗ്രസീവായിട്ടിരിക്കുക. സോ ആ ഒരു എനർജി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഈ റിലേഷൻ്റെ ഈ ഒരു എൻഡിങ്സിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ തന്നെയാണ്. നിങ്ങൾക്ക് ഈഗോ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനുണ്ടാവാം, അല്ലെങ്കിൽ ഒരാൾക്ക് ഈഗോ ആയിരിക്കാം, ഒരാൾക്ക് ഈഗോ ഇല്ലായിരിക്കാം. ഒരാൾ എപ്പോഴും ഈഗോസൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും കണക്റ്റ് ആകാൻ ശ്രമിക്കുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കര ഈഗോയിസ്റ്റിക് ആയതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളോട് ഡിസഗ്രി ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ആ ഒരു എനർജി നിങ്ങളെപ്പോഴും ടെൻഷനിലായിരിക്കും ഇരിക്കുന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തിയുടെ എനർജിയും ഇവർ എപ്പോഴും ടെൻഷനും ഫ്രസ്ട്രേറ്റഡും ആയിട്ടുള്ള ഒരു എനർജി തന്നെ. മനസ്സ് ശാന്തമായിട്ടിരുന്നാലായിരിക്കും നമുക്ക് ആ ഒരു എനർജീനെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും അഗ്രസീവ് ആണെങ്കിൽ എന്താണ്, നമുക്ക് കാണുന്ന എല്ലാ കാര്യങ്ങളും അഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ആ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ ഒരു റീഡിങ്ങിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 4 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഡെത്ത് റിവേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് നമ്മൾ റിവേഴ്സ് വായിക്കുന്നില്ല, റൈറ്റ് നമുക്ക് നോക്കാം. സോ ഈ ഒരു ഡെത്തിൻ്റെ ഈ ഒരു 4 ഓഫ് കപ്സിൻ്റെ കാർഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് കപ്സ് മീൻസ് വാട്ട്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ ഈ റിലേഷനെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഹോപ്പിനുള്ളൊരു കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഈ റിലേഷനിൽ ഉണ്ടായിരിക്കില്ല. കാരണം പ്രീവിയസ് എക്സ്പീരിയൻസ് അത്രയും എന്താ പറയുക മോശമായിട്ടുള്ള രീതിക്കായിരിക്കാം, മോശമായിട്ടുള്ള രീതിക്ക് ഒരു വ്യക്തി ട്രീറ്റ് ചെയ്തതാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ഇനിയിപ്പം ഈ റിലേഷനിൽ ഈ ഒരു വ്യക്തി എത്രയൊക്കെ ചേഞ്ച് ചെയ്ത് വന്നാലും നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു തോട്ട്സിനോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായി മാറിയിട്ടുണ്ട്.
ലൈക്ക് ഇത് ഇങ്ങനാണെന്നുള്ള രീതിക്കുള്ളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇപ്പോഴേ നിങ്ങൾക്കായി മാറിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിലും ഇവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും ചിന്തിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ലൈക്ക് ഞാൻ ഇനി ആ ഒരു കണക്ഷനിലേക്ക് അല്ല ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഹേർട്ട് ആകുമെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ലൈക്ക് ഇവർ വിക്ടിം മെൻറ്റാലിറ്റി അപ്ലൈ ചെയ്യുന്നത്. ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരു സ്നേഹവും ഇല്ല, നിങ്ങളവരെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തോട്ട്സാണ്. ലൈക്ക് വിക്ടിം മെൻറ്റാലിറ്റി പ്ലേ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ആ ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു കാർഡ് അവിടെ വന്നുകൊണ്ടാണ് ഡെത്ത് ഇവിടെ റിവേഴ്സ് വന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻ ആണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ലെറ്റ് ഗോ ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയാണെങ്കിലും റിലേഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു റിലേഷനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവർക്കൊരു ഫിയർ കൊണ്ടായിരിക്കാം ഒരു തവണ ഞാൻ ഈ റിലേഷനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റിലേഷനിലേക്ക് വീണ്ടും തിരിച്ചു വരിക എന്നുള്ളത്, അല്ലെങ്കിൽ വീണ്ടും ഒരു ന്യൂ എനർജി ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് വീണ്ടും ഈ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 5 ഓഫ് ഹാൻഡ്സിൻ്റെ എനർജീസാണ്. പലതരത്തിലുള്ള തോട്ട്സുകൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജീസാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയും കൂടെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണം. അതായത് ഈ ഒരു ടൈമിൽ ഇവരുടെ മൈൻഡിൽ ലൈക്ക് എൻ്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത്. മനസ്സ് പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ശരിക്കും ഈ ഒരു ഓവറോൾ എനർജീസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എനർജീസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. എനിക്കെന്തോ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് വരുന്നുണ്ട്, ആർക്കോ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട്. ഓക്കെ, ഏതോ ഒരു എനർജി, ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് ആവാം. ലൈക്ക് ഇവർക്ക് ഇവരുടെ മനസ്സിലുള്ള ഒരു കാര്യങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ ഈ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി എന്താണ്, ഇത് കുറേ ആളുടെ മനസ്സിലുണ്ട്, പക്ഷെ അതൊന്നും പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് 4 ഓഫ് കപ്സിൻ്റെ എനർജിയിലുള്ള ആ ഒരാളെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് എനർജീസും റിസീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ലൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതേസമയം ഇവർ കമ്മിറ്റഡ് ആയിട്ടിരിക്കും എന്നുള്ളൊരു തോട്ട്സ് ആണെങ്കിൽ അങ്ങനെയില്ല. പക്ഷെ ഇവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളില്ലാതെ. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുന്നുള്ളത്. ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ട്രാവൽ ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് റീകണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എഫോർട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ റിലേഷൻ വേണം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ വേണം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവർക്ക് ശരിക്കും ഈ ഒരു ടൈമിൽ സിറ്റുവേഷൻസ് എല്ലാം വളരെ മോശമാണെന്നാണ് ഫീൽ ആവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടിട്ടുള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു റിലേഷന് വേണ്ടി ഇനിയും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് വീണ്ടും വഷളാകുമെന്നുള്ളൊരു തോട്ട്സും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഒരു ഫിയർ, ആൻസൈറ്റി, എനർജീസ് ഒക്കെ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഒരു കാർഡ് നോക്കാം, ലാസ്റ്റ് ഒരു കാർഡ് കൂടെ ചെക്ക് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ പ്ലീസ്? ഇവർ റീബർത്ത് ഉണ്ട് കേട്ടോ, റിലേഷന് റീബർത്ത് ഉണ്ട്. ക്രിയേറ്ററിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടോ? ഈ റിലേഷനിൽ റീബർത്ത് ഉണ്ട്. നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഇനി റിലേഷനിൽ റീബർത്ത് ഉണ്ടോ എന്നുള്ള ഒരു ഫിയറിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി അധികം കമ്പയർ ചെയ്യുന്നുണ്ടാവും. എനിക്ക് അത്രയും ഞങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്, അതാണ് ഇതാണ് മറ്റതാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പല കാര്യങ്ങളും. പക്ഷേങ്കിലും
ആ ഒരു കമ്പാരിസൻ്റെ ആവശ്യം പോലുമില്ല. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ അല്ലെങ്കിൽ ആ ഒരു എനർജീസിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യാനാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. ലെറ്റ് ഗോ ചെയ്യുന്ന ടൈമിൽ എന്താണ്, ലെറ്റിംഗ് ഗോ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. സോ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സോ ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ടേൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ക്രിയേറ്ററിൻ്റെ കാർഡ് ഡിവൈനെയാണ് കാണിക്കുന്നുള്ളത്, ഗോഡിനെയാണ് കാണിക്കുന്നത്. നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക, ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.